ഷാക്കിറിന്റെ ചന്ദ്രികയിലും വായിക്കുന്ന സുപ്രഭാതത്തിലും ഒന്നും അടിച്ചു വന്നില്ലെങ്കിൽ നമ്മുടെ കുഴപ്പമല്ല. തീവ്രവാദികളെ പറ്റിയാ ഷാക്കിറെ പറയുന്നത്, പ്രകോപനം കൊള്ളണ്ട. ഞാൻ ഈ തീവ്രവാദികളെ പറ്റി പറയുമ്പോൾ ഷാക്കിറിന് എന്താ പൊള്ളുന്ന എന്തിനാ? ഇന്ത്യയെ ആക്രമിച്ച തീവ്രവാദികളെ പറ്റി പറയുമ്പോൾ എന്നെ എന്തിനാ തടസ്സപ്പെടുത്തുന്നത്? നമ്മൾ രണ്ടും ഇന്ത്യക്കാരല്ലേ? നിങ്ങൾ ഹമാസ് കീഴടങ്ങുകയാണ് എന്ന് ചർച്ച വെച്ചാൽ ഹമാസ് അല്ല കീഴടക്കുന്നത്. സമാധാനം ആഗ്രഹിക്കുന്ന ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്ക് മുമ്പിലും ഇസ്രായേൽ തോറ്റുപോവുകയാണ്. കൂട്ടത്തിൽ അമേരിക്ക തോൽക്കുകയാണ്. ഇപ്പോഴും ഒത്തുതീർപ്പ് ഈ ഗാസ ഡീൽ പൂർണ്ണമായിട്ടില്ല. താൽക്കാലികമായി ചെറിയൊരു പരിഹാരം ഉണ്ടായപ്പോ പലസ്തീൻ തെരുവിൽ ഗസയിൽ ഇപ്പോ ആഘോഷ നൃത്തം ചെയ്യുന്നുണ്ട്. അത് ഹമാസ് കീഴടങ്ങിയത് കൊണ്ടാണോ? അല്ല, ഗസയിൽ ഹമാസിനെതിരെയും മുൻപ് പ്രകടനം നടന്നിട്ടുള്ളതാണ്. ഗാസയിലെ ജനത ഈ ദുരിതത്തിന് കാരണക്കാർ ഹമാസ് ആണെന്ന് പറഞ്ഞ് അവിടെ പ്രകടനം നടത്തിയിട്ടുള്ളതാണ്. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ, എനിക്കത് ഓർമ്മയില്ല. നിങ്ങള് പിന്നെ ഞാൻ അങ്ങനെ പറയുന്നത് തിരിച്ചു പറഞ്ഞാൽ എന്നെ ഹമാസിന്റെ വക്തമായി കൂട്ടരുത്. നേരത്തെ പ്രിയപ്പെട്ട സി.ജി. പണിക്കർ അങ്ങനെ താങ്കൾ പറയുന്നത് അങ്ങനെയാണല്ലോ. താങ്കൾ ഹമാസിനെ അനുകൂലിച്ചുകൊണ്ട് തന്നെയാണ് താങ്കൾ പറയുന്നത്. ബുദ്ധിമാനായിരിക്കോ, പക്ഷെ മറ്റുള്ളവർ വെറും മണ്ടന്മാരായി കളയരുത് കേട്ടോ. ഹമാസിനെ അനുകൂലിച്ചും ഇസ്രായേലിനെ എതിർത്തും പറയുമ്പോൾ അത് ഹമാസിന്റെ വക്താവായിട്ട് തന്നെയല്ലേ? അല്ല, തെറ്റാണ്. നിങ്ങൾ കൊടുത്തത് ഇത് ഹമാസ് കീഴടങ്ങുകയാണെന്നും. ഹമാസ് അല്ല കീഴടങ്ങുന്നത്, ഇസ്രായേലിന്റെ തോൽവിയാണ്. ഇതൊക്കെ വിശ്വസിക്കാൻ കാതിലിപ്പൂ വെച്ച് കളിക്കവളെ നാളെ വരും. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഹമാസ് എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പെർസിസ്റ്റന്റ് ത്രെട്ടാണ്, ഒരു ലോങ് ടേം ത്രെട്ടാണ്. അതൊരു എക്സിസ്റ്റൻഷ്യൽ ത്രെട്ട് കൂടിയാണ്. അത് വളരെ ഡിക്ലെയർഡ് ആയിട്ടുള്ള അവരുടെ പോളിസിയിൽ തന്നെ ഉള്ളതാണ്. ഹമാസിനെ ഇല്ലാതെയാക്കുക എന്നുള്ളതാണ് ഇസ്രായേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സിറ്റിസൺസിന് അവരെ സുരക്ഷിതത്വം ഒരുക്കേണ്ടതുണ്ട്, അവരുടെ രാജ്യത്തിന് അവർ സുരക്ഷിതത്വം ഒരുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ടെറർ യൂണിറ്റ്, ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള ഒരു ടെറർ യൂണിറ്റ് അവരുടെ നെയ്ബറായിട്ട് വരുന്നതിനെ അവർക്ക് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് അവരുടെ ഇന്റർനാഷണലി സ്റ്റേറ്റഡ് ആയിട്ടുള്ള പൊസിഷനാണ്. ആ പൊസിഷനിൽ ഒരു തരത്തിലുള്ള വെള്ളം ചേർക്കലിനും ഇസ്രായേൽ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ശ്രീ ഷാക്കിർ മനസ്സിലാക്കേണ്ടത്. മറിച്ച് ഹമാസിന് ഇതേപോലെ ഒരു ഡിക്ലെയർഡ് പോളിസി ഉണ്ട്. ഹമാസിന്റെ ഫൗണ്ടിങ് ചാർട്ടറിൽ തന്നെ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഈ ഭൂലോകത്ത് ഇസ്രായേൽ എന്നുള്ള ഒരു രാജ്യം ഉണ്ടാകരുത് എന്നാണ് അവർ പറയുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇസ്രായേലിനെ ഇല്ലാതെയാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഹമാസ് പ്രവർത്തിക്കുന്നത്. ഇവനൊക്കെ എത്ര മുക്കിയാലും ഒന്നും നടക്കാൻ പോകുന്നില്ല. പണിക്കരോട് ഒരു ചെറിയ സംശയം. നിങ്ങൾ ആവർത്തിച്ച് പറയുന്നു ഹമാസിനെ ഇല്ലാതാക്കാൻ ഇസ്രായേലിന്റെ ലക്ഷ്യം അതാണോ? എന്നൊരു സംശയം, ചെറിയ സംശയമുള്ളൂ. അതാണോ യഥാർത്ഥ ഇസ്രായേലിന്റെ ലക്ഷ്യം? എന്താണ്? പലസ്തീൻ പിടിച്ചെടുത്ത് പലസ്തീൻ എന്ന രാജ്യത്തെ കയ്യേറി അവിടെ ആ നാട്ടുകാരെ ആട്ടി ഓടിക്കലല്ല ഇവരുടെ ലക്ഷ്യം. ആര് പറഞ്ഞു? അതല്ല ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ പേരിൽ ലക്ഷക്കണക്കിന് ആളുകളെ പലായനം ചെയ്യിപ്പിക്കുന്നു, ഒരുപാട് ആളുകൾ കൊല്ലുന്നു. ഇയാൾ എന്തോ പുറമെന്ന് അതെങ്ങനെയാണ്? എത്ര കാലമായി? 917 തുടങ്ങി 940 രാജ്യമായി. അയ്യോ സോറി, ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഇതിനു മുമ്പും നിരവധി തവണ ഇതേപോലെയുള്ള അറ്റാക്കുകൾ ഉണ്ടായിട്ടുണ്ട്. ഈ ഗാസ സ്ട്രിപ്പിലാണെങ്കിലും മറ്റ് സ്ഥലങ്ങളിലാണെങ്കിലും അവർ ഒക്യുപ്പൈ ചെയ്യുന്നു. ഒക്യുപ്പൈ ചെയ്തതിനു ശേഷം ഗ്രാജുവൽ ആയിട്ടുള്ള വിഡ്രോവൽ എന്ന് പറയുന്നത് അത് 90കളുടെ അവസാനത്തിൽ 2000-ൽ 2010-കളിൽ ഒക്കെ തന്നെ ഇസ്രായേൽ ചെയ്യുന്നതാണ്. പിന്നീട് ഒരു പ്രൊവക്കേഷൻ ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് അറ്റാക്ക് ചെയ്യേണ്ടി വരുന്നു. അല്ലാതെ ഈ പ്രവിശ്യ അനക്സ് ചെയ്തെടുക്കുക എന്നുള്ളതല്ല അവരുടെ ഉദ്ദേശം. ഹമാസിനെ ഇല്ലാതെയാക്കുക എന്നുള്ളതാണ് ക്ലിയർ ഡിക്ലെയർഡ് പോളിസിയാണ്. അതേപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞത്, ചാർട്ടറിൽ ഇസ്രായേലിനെ ഇല്ലാതെയാക്കുക എന്നുള്ളതാണ് ഹമാസ് പറയുന്നത്. എന്നിട്ട് അവരുടെ അടുത്ത് പോയിട്ട് കീഴടങ്ങാനായിട്ട് തയ്യാറായിട്ട് വരികയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പരാജയമാണ്. അതായത് അവിടെ ഇസ്രായേൽ ഇല്ലാതെയാകുന്നില്ല. ശ്രീ ഷാക്കിർ പറഞ്ഞതിനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ നെതന്യാഹുവും ട്രംപും കൂടി ചേർന്നിരിക്കുന്ന അമേരിക്കയുടേതെന്ന് പറയുന്ന, എന്നാൽ അമേരിക്കയും ഇസ്രായേലും ചേർത്തുണ്ടാക്കിയിരിക്കുന്ന പ്ലാൻ, ആ പ്ലാനിൽ കീഴടങ്ങാൻ ആരോടാണ് ഷാക്കിർ പറയുന്നത്? ഇസ്രായേലിനോടാണോ പറയുന്നത്? കീഴടങ്ങാൻ പറയുന്നത് ഹമാസിനോടാണ്. നിങ്ങൾ കീഴടങ്ങൂ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നരകമായിരിക്കും എന്നാണ് പറയുന്നത്. ലോകത്തിലെ ഒരു ശക്തിക്കും അങ്ങനെ വിശ്വനെ തടയാനൊന്നും പറ്റില്ല. പാലസ്തീനികളുടെ വികാരത്തിനൊപ്പമാണ് ഈ ലോകരാജ്യങ്ങളെല്ലാം, ഹമാസിനൊപ്പമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഹമാസ് പാലസ്തീനികളുടെ താല്പര്യമല്ല പ്രതിനിധീകരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഈ പാലസ്തീനികൾ തന്നെ ഹമാസിനെതിരെ പ്രകടനം നടത്തിയത് താങ്കൾ കണ്ടില്ലേ? അയ്യോ എപ്പോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. കൊടുത്തിട്ട് കണ്ണാടി എടുത്ത് കാണിച്ചു കൊടുക്കണ അപ്പ കാണും. അപ്പൊ ഇപ്പൊ അവിടെ സമാധാനം പുലരുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ പാവപ്പെട്ട പാലസ്തീനികളാണ് അവിടെ സന്തോഷം ആഘോഷം ഒക്കെ നടത്തുന്നത്. ഹമാസുകാർ എവിടെയെങ്കിലും ആഘോഷം നടത്തുന്നത് ഷാക്കിർ കണ്ടോ? ഒരു കയ്യബദ്ധം, നാറ്റുകരുത്. ഏതെങ്കിലും ഒരു ചിത്രമോ വിഷ്വൽസോ കണ്ടോ? അതില്ല. അതെന്തുകൊണ്ടാ? അത് ചെയ്തു കഴിഞ്ഞാൽ പാകിസ്ഥാനിൽ ഇപ്പൊ അഫ്രീഡിയും മറ്റും ചെയ്തിരിക്കുന്നത് പോലത്തെ സെലിബ്രേഷൻ ആയി പോകും. ഈ ബലാല് പിടിച്ച ശൈത്താൻ ഇവിടെ മയ്യത്തും കൊണ്ടേ പോകും. ഞാൻ ഹമാസിനെ സപ്പോർട്ട് ചെയ്തിട്ടല്ല സംസാരിക്കുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾ ദയവ് തെറ്റിദ്ധരിപ്പിക്കുന്നത്. ഒരു തെറ്റിദ്ധാരണയില്ല. കണ്ടപ്പോൾ മുതൽ നമ്മൾ തമ്മിൽ നല്ല ധാരണയാണ്. ഞാൻ ഇസ്രായേലും അമേരിക്കയും അതിന്റെ എതിരെ ഹമാസ്, ഇവര് ഹമാസിനെ അല്ല ആക്രമിക്കുന്നത്. നല്ലവണ്ണം ആഞ്ഞി തള്ളു സാറേ. ഇവർ ആക്രമിക്കുന്നത് നിരപരാധികൾ പലസ്തീനികളുടെ. സി.ജി. പണിക്കർ മറ്റൊരു നിങ്ങൾക്ക് ഇസ്രായേലിൽ എന്തെങ്കിലും സംഭവിക്കും വലിയ ബേജാറുണ്ടോ? എനിക്ക് ഇത്തിരി തെണ്ണുണ്ട്.
നിനക്കോടി എനിക്ക് പിന്നെ രണ്ടുമില്ലാണ്ടിരിക്കൂ. ഇസ്രായേൽ എന്ന ക്രൂരന്മാർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസം വരുമ്പോ ഈ ശ്രീജിത്ത് പണിക്കരെ പോലെയുള്ള ആളുകൾക്ക് വലിയ ബേജാറുണ്ടല്ലോ, എനിക്ക് മനസ്സിലാവുന്നു. ഇത് നേരെ ചൊവ്വ പോകുന്ന ലക്ഷണില്ല. നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണ്? ലോക ജനത, ലോക രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നത് പലസ്തീന് സമാധാനം ഉണ്ടാവണമെന്നാണ്. അതിനിപ്പോ എന്താ ആലോചിക്കാനിരിക്കണേ? അതിനാർക്കാ അവിടെ അഭിപ്രായ വ്യത്യാസമുള്ളത്? അമേരിക്കയും ഇസ്രായേലും പറയുമ്പോൾ ഹമാസിന് പറയണ്ട, ഹമാസിന്റെ സൈനികരെ അല്ല ഇവർ കൊലപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ന് കൊലപ്പെടുത്തിയതും നിരപരാധികളായിട്ടുള്ള കുട്ടികൾ. ഗാസയിലെ ജനങ്ങളെ ഷീൽഡാക്കി വെക്കുന്നതും ഹമാസ് തന്നെയാണ്. അല്ല, അതെ, അല്ല, അതെ. ഇസ്രായേൽ എത്ര ബോംബ് വർഷിച്ചാലും അമേരിക്ക എത്ര പിന്തുണ കൊടുത്താലും ഞങ്ങളുടെ ജന്മരാജ്യത്ത് നിന്ന് ഒരടി പിറകോട്ട് പോകുന്ന മാറി നിൽക്കുന്ന സാഹചര്യം ഞങ്ങൾക്കില്ല. അതിനേക്കാൾ നല്ലത് ഇവിടെ മരിച്ചു വീഴുകയാണെന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകൾ ഉൾപ്പെടെ തെരുവിലിറങ്ങിയത് ഹമാസ് ആണോ? അത് നിങ്ങൾ എന്താണ് ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നത്? ഒരച്ചൊരച്ച് അവന്റെ തോല് പൊളിക്ക്. ഇത് കരിയല്ല, അവന്റെ തൊലിയുടെ നിറവാ. പോകുകയല്ല. ഹമാസ് അല്ല, പലസ്തീനിയന്മാരാണോ? പലസ്തീനി ജനങ്ങളാണോ? ഹമാസിനെ മറ പിടിച്ച് ആ നിരപരാധികളെ കൊല്ലുന്നൊരു കൂട്ടു നിൽക്കാൻ പാടുണ്ടോ? നിങ്ങൾ അങ്ങനെ വ്യാഖ്യാനിക്കരുത്. അള്ളാനെ ഇതെല്ലാം കൂടി നമ്മള് കുറ്റായോ? ആ പലസ്തീൻ മണ്ണ് പലസ്തീൻ ജനതയ്ക്ക് ഇട്ട് കൊടുക്കട്ടെ. അവിടെ പോയി പിടിച്ചെടുക്കാനുള്ള അമേരിക്കയും ഇസ്രായേലിന്റെ ശ്രമത്തെ ഒരു നിലക്കും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ലോകരാജ്യങ്ങളിൽ 90% ആളുകൾ പറയുമ്പോൾ അവിടെ നിങ്ങൾ ഹമാസിന് ചുറ്റിപ്പറ്റി അതിനെ തകർക്കാനോ അല്ലെങ്കിൽ ഇസ്രായേലിന് ക്ഷീണം പറ്റുമ്പോ അവിടെ സങ്കടപ്പെടാൻ നിൽക്കല്ലേ? ഉരുണ്ട് കളിക്കാൻ നോക്കിയാ ഒട്ടൻ ഇപ്പൊ നിന്റെ കൈ രണ്ടും തല്ലിച്ചതയ്ക്കും. ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമാണ് ഷാക്കിർ. ഹമാസ് എന്ന് പറയുന്നത് ഒരു ഡെസിഗ്നേറ്റഡ് ടെററിസ്റ്റ് ഓർഗനൈസേഷൻ. അറിയാമോ? അറിയില്ല, എന്നാ അറിയണം. ഇങ്ങനെ ആര് ഞാൻ ചോദിക്കുന്നു, ഞാൻ അത് ശരിയാണോ? അങ്ങ് എന്നെ കുറിച്ച് പറഞ്ഞപ്പോ ഞാൻ മിണ്ടാതിരുന്നതാണ്. ഷാക്കിർ, ആ ഒരു ജനാധിപത്യ മര്യാദ കാണിക്കണം. മിണ്ടി പോകരുത്, കുറെ നേരായിട്ടോ സഹിക്കാം. അങ്ങ് എന്നെ കുറിച്ച് പറഞ്ഞ സമയത്ത് വേണമെങ്കിൽ എനിക്ക് ബഹളം ഉണ്ടാക്കാമായിരുന്നു. അല്ലല്ല, കുറച്ച് പൗരബോധം കാണിക്കാം. ഞാൻ എന്തുമാത്രം ബുദ്ധിമുട്ടിട്ടാണെന്ന് ഇവിടുത്തെ വിവരങ്ങൾ അറിഞ്ഞുകൊണ്ട് വരുന്നത്. നിനക്ക് വിവരമില്ലാത്തതുകൊണ്ടല്ലേ നീ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് വരുന്നത്? അങ്ങ് എന്നെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് വേണമെങ്കിൽ അലമ്പാമായിരുന്നു. ഞാൻ ചെയ്തില്ലല്ലോ. അപ്പൊ ഞാൻ പറയുന്നത് മറുപടി കേൾക്കുക. ഞാനിത് പറയുന്ന ഉടനെ താങ്കൾ പ്രൊവോക്ഡ് ആവുകയും താങ്കൾ ഹമാസിന്റെ വക്താവ് അല്ലാതാവുകയും മറ്റുള്ളവർ ഇസ്രായേലിന്റെ വക്താക്കളായിട്ട് താങ്കൾ കാണുകയും ഒക്കെ ചെയ്യുന്നത് എന്തോ ഒരു പ്രശ്നമാണ്. ഇയാൾക്ക് തലയ്ക്കെന്താ തകരാറാണ് മേഡം? ഹമാസിനെ ചർച്ചയിൽ മൊത്തം ആദ്യം മുതൽ അവസാനം വരെ ന്യായീകരിക്കുകയും എന്നാൽ ഹമാസിന്റെ വക്താവല്ല എന്ന് പറയുകയും എന്നാൽ മറ്റുള്ള കാര്യങ്ങളെപ്പറ്റി വളരെ കൃത്യമായിട്ട് രണ്ട് പൊസിഷനുകളും പറയുന്ന ആൾക്കാരെ ഇസ്രായേലിന്റെ വക്താക്കളാണ് എന്ന് സ്ഥിരം രീതിയിലത്തേക്ക് ചാപ്പയടിക്കുകയും ചെയ്യുകയാണ് താങ്കൾ ഇവിടെ ചെയ്യുന്നത്. ഇവനെ അങ്ങനെ വിട്ടാ ശരിയാവത്തില്ല. ഹമാസിനെ പിന്തുണയ്ക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് താങ്കൾക്ക് ഉള്ളിന്റെ ഉള്ളിൽ തോന്നുന്നതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അവരുടെ പ്രതിനിധി അല്ല അല്ലെങ്കിൽ അവർക്ക് വേണ്ടി അല്ല വാദിക്കുന്നത് എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ പറയുന്നത് നമ്മുടെ രാജ്യം ഓപ്പറേഷൻ സിന്ദൂറും പഹൽഗാം അറ്റാക്കും നേരിട്ടിട്ടുള്ളത് കൊണ്ട് ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള ചുമതല അതിന്റെ ബൗണ്ടറി സംരക്ഷിക്കാൻ. മിണ്ടല്ലേ സത്യം പറയുമ്പോ നീ മെക്കിട്ട് കയറാൻ വന്നിട്ട് കാര്യമൊന്നുമില്ല. മിണ്ടല്ലേന്നേ. ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് അരക്ഷിതാവസ്ഥ തോന്നുന്ന സമയത്ത് ബഹളം ഉണ്ടാക്കുക എന്നുള്ളത് നിങ്ങളുടെ പതിവാണ് ഷാക്കിർ. അരക്ഷിതാവസ്ഥ തോന്നുന്ന സമയത്ത് നിങ്ങൾ ബഹളം ഉണ്ടാക്കുന്നത് നിങ്ങളുടെ പതിവാണ്. വിളച്ചിലെടുക്കാനാണെങ്കിൽ ഇടിച്ച് പൂട്ടലും പൊളിക്കും. മനസ്സിലാണോ? ഇന്ത്യ എന്ന് പറയുന്ന സ്വതന്ത്ര പരമാധികാര രാജ്യത്തെ ഞാൻ ഈ തീവ്രവാദികളെ പറ്റി പറയുമ്പോൾ ഷാക്കിറിന് എന്താ പൊള്ളുന്ന? എന്തിനാ ഇന്ത്യയെ ആക്രമിച്ച തീവ്രവാദികളെ പറ്റി പറയുമ്പോൾ എന്നെ എന്തിനാ തടസ്സപ്പെടുത്തുന്നത്? നമ്മൾ രണ്ടും ഇന്ത്യക്കാരല്ലേ? അപ്പൊ മിണ്ടായിരിക്കൂ. നമ്മൾ ഇന്ത്യക്കാരല്ലേ ഷാക്കിർ? നമ്മൾ ഇന്ത്യക്കാരല്ലേ ഷാക്കിറെ? നമ്മുടെ രാജ്യത്തിനെ കുറിച്ച് ഞാൻ പറയുന്നത് തടസ്സപ്പെടുത്തുന്നത് എന്റെ ആത്മസംയമനത്തെ പരീക്ഷിക്കുന്നതാ. ഭീകരരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇന്ത്യക്കെതിരെ ഇന്ത്യ എന്ന സ്വതന്ത്ര പരമാധികാര രാജ്യത്തിനെതിരെ തീവ്രവാദി ആക്രമണം നടത്തിയിരിക്കുന്ന ആൾക്കാരുടെ മുച്ചൂടും മുടിക്കുന്ന രീതിയിലത്തേക്ക് ഓപ്പറേഷൻ സിന്ദൂർ നമ്മൾ നടത്തി. ഇനി ആ ഏരിയയിലേക്കില്ല. നമ്മൾ നടത്തിയ എന്തിനാ ഷാക്കറെ? നമ്മുടെ രാജ്യത്തിനെ സംരക്ഷിക്കുക, ജനതയെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ പ്രതിജ്ഞ. മിണ്ടല്ലേ നമ്മുടെ അവരെ കൊന്നത് നിങ്ങൾ അറിഞ്ഞില്ലേ? എവിടുന്ന് വന്നടാ ഇവനൊക്കെ? നിങ്ങളുടെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അറിഞ്ഞല്ലോ. അവരെ കൊന്നതിന്റെ ഡിക്ലറേഷൻ നിങ്ങളുടെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് കേട്ടല്ലോ. ഷാക്കിർ അറിഞ്ഞില്ലേ? ഷാക്കിറിന്റെ ചന്ദ്രികയിൽ അത് അടിച്ചു വന്നില്ലേ ഷാക്കിറെ? ഷാക്കിറിന്റെ ചന്ദ്രികയിലും വായിക്കുന്ന സുപ്രഭാതത്തിലും ഒന്നും അടിച്ചു വന്നില്ലെങ്കിൽ നമ്മുടെ കുഴപ്പമല്ല. ഇന്ത്യൻ ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട്. നിക്കട്ടെ, കണ്ടോ? ഇന്ത്യയെ പറ്റി പറയുകയും തീവ്രവാദികളെ പറ്റി പറയുകയും ചെയ്യുമ്പോ അവരുടെ വക്താക്കളല്ലാത്ത ഷാക്കിർ എന്തിനാ അതിന് പറയുന്നേ? അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ ഇവൻ പൊട്ടനാണ് മുതലാളി? തീവ്രവാദികളെ പറ്റിയാ ഷാക്കിറെ പറയുന്നത്. പ്രകോപനം കൊള്ളണ്ട ഷാക്കിറെ. ഞാൻ പറയുന്നത് തീവ്രവാദികൾക്കെതിരെ, നിങ്ങൾക്കെതിരെ അല്ലെന്നേ ഷാക്കിറെ. ഞാൻ പറയുന്നത് മുസ്ലിം ലീഗിന് ഞാൻ പറയുന്ന പോയിന്റ് തീവ്രവാദികൾക്കെതിരെയാണെന്നേ. ഷാക്കിറെ ബഹളം ഉണ്ടാക്കല്ലേ. തീവ്രവാദികൾക്കെതിരെ പറയുമ്പോൾ നിങ്ങൾ എന്തിനാ രോഷം കൊള്ളുന്നേ? ഉള്ളിലിരിപ്പ് പുറത്തു പറഞ്ഞു പോയതാ. ഇതെങ്ങനെ ഈ പ്രശ്നം
2023 ഒക്ടോബർ 7 നിരപരാധികളായിട്ടുള്ള സ്ത്രീകളും കുട്ടികളും അടക്കം ഒരു സംഗീത നിശ ഇസ്രായേലിൽ ആഘോഷിക്കുന്ന സമയത്ത് അവരെ ആക്രമിക്കാനായിട്ട് ആയിരക്കണക്കിന് റോക്കറ്റുകൾ അങ്ങോട്ട് അയച്ച് 1200 മുതൽ 1500 ആൾക്കാരെ വരെ കൊന്നപ്പോ അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള തിരിച്ചടി ഏതാണ് എന്ന് ഇസ്രായേലിന് തീരുമാനിക്കാം. മനസ്സിലായ ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമാണ്, അല്ലാതെ ഹമാസ് പോലൊരു ടെററിസ്റ്റ് യൂണിറ്റ് അല്ല. നമ്മൾ ഈ പറയുന്ന പാകിസ്ഥാൻ നമ്മുടെ കാശ്മീർ പഹൽഗാമിൽ അറ്റാക്കിന് വന്നിരിക്കുന്നത് പോലത്തെ ഒരു ടെററിസ്റ്റ് യൂണിറ്റ് ആണ്, ഒരു രാജ്യമല്ല. വെളുക്കാൻ തേച്ചത് പാട്ടായി അല്ല പാണ്ടായി. അതുകൊണ്ട് ഒരു രാജ്യം എടുക്കുന്ന തീരുമാനത്തിനെ UN പോലും അവർക്ക് തിരിച്ചടിക്കാനായിട്ടുള്ള അധികാരമുണ്ട് എന്ന് UN-ന്റെ ചാർട്ടറിൽ തന്നെ എഴുതിയിരിക്കുന്ന കാര്യം അവർ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവരുടെ വക്താവാകുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഷാക്കറെ, നമ്മൾ വക്താവല്ലെങ്കിലും. പക്ഷെ ഒരു തീവ്രവാദി സംഘടനയെ വെളുപ്പിക്കാനായിട്ട് നമ്മൾ ഇരിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്ത്യയും പാകിസ്ഥാനിൽ നിന്നുള്ള തീവ്രവാദ സംഘടനയും ഇവിടെ ആക്രമിച്ചത് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തിനാ പൊള്ളുന്നേ? പട്ടിയുടെ വാല് 12 കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം? പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവർത്തിയെടുക്കണോന്ന്? കഷ്ടം. നിങ്ങൾ എന്തിനാ എന്നെ തടസ്സപ്പെടുത്തുന്നത്? നമ്മൾ രണ്ടും ഇന്ത്യക്കാരല്ലേ ഷാക്കറെ? മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അല്ലേ, ജിന്നയുടെ മുസ്ലിം ലീഗ് അല്ലല്ലോ നിങ്ങളുടേത്. പിന്നെ നിങ്ങൾക്ക് എന്തിനാ ഈ പാകിസ്ഥാനിലെ തീവ്രവാദികളെ പറ്റി പറയുന്ന സമയത്ത് എന്നെ തടസ്സപ്പെടുത്താനായിട്ട് നിങ്ങൾ പോകുന്നത് എന്തിനാ? അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നീ പാകിസ്ഥാൻകാരനാണോ? അല്ല, പെരുമാറ്റം കണ്ട് ചോദിച്ചതാ. ഞാൻ അതാണ് പറഞ്ഞത്, ഇത് ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യം എടുക്കുന്ന തീരുമാനമാണ്. ഇന്ത്യൻ ഗവൺമെന്റ് എന്താ ചെയ്തേ ഷാക്കറെ? ഇന്ത്യൻ ഗവൺമെന്റ് എന്താ ചെയ്തേ? ഇന്ത്യൻ ഗവൺമെന്റ് എന്താ സംഘികളല്ലല്ലോ, സംഘികളാണോ? ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയ സംഘികളാണോ? ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയ സംഘികളാണോ ഷാക്കറെ? അല്ല, നിങ്ങൾ എന്നോട് ചോദ്യം ചോദിക്കാൻ അവസാനം പറയണ്ടേ? അതായത് നിങ്ങൾ വെള്ള പൂശി പോവല്ലേ? ആ പഹൽഗാമിൽ കൊല്ലപ്പെട്ട നമ്മുടെ സഹോദരങ്ങള് ഇന്ത്യക്കാരുടെ കൊലപ്പെടുത്തിയ പ്രതികളെ പിടിക്കാതെ അത് കഴിഞ്ഞിരിക്കട്ടെ. കൊലപ്പെടുത്തിയല്ലോ. കൊലപ്പെടുത്തിയടോ സാറേ, അറിയണ്ടേ? ചന്ദ്രിക വായിക്കണ്ടേ? മനുഷ്യനായ നാണം വേണേ. പാകിസ്ഥാനിലെ ഭീകര സംഘടനകൾക്ക് തിരിച്ചടി നൽകുകയും ചെയ്തു. അത് ഇനിയും തുടരുമെന്ന് തന്നെയാണ് എന്റെ പൊന്നു ഷാക്കറെ, ചന്ദ്രികയും സുപ്രഭാതവും മാത്രം വായിച്ചുകൊണ്ടിരുന്ന ഇതാണ് പ്രശ്നം. ഈ ഗാസയ്ക്ക് വേണ്ടി താങ്കൾ ആശ്രയിക്കുന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങളുണ്ടല്ലോ, ആ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഉമ്മാനെ കൊന്നു പീസാക്കിയ വാർത്ത വന്നതന്നേ. നിങ്ങളത് കണ്ടില്ലെങ്കിൽ അത് ചന്ദ്രികയിൽ അച്ചടിച്ച് കാണില്ല. നിങ്ങളെ കള്ളക്കഥയോ? ഇന്ത്യൻ ഗവൺമെന്റ് പറയുന്നതിന് വിശ്വാസമില്ല, ഹമാസ് പറയുന്ന വിശ്വാസമാണ്. ഒരെണ്ണം കൊടുക്കട്ടെ സാറേ. ഇന്ത്യൻ ഗവൺമെന്റ് പറയുന്നതിനെ വിശ്വാസമില്ല. യാഹിയ സിൻവർ ഒക്കെയുള്ള ഹമാസ് പറയുന്നതാണ് ഷാക്കിറിന് വിശ്വാസം. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നല്ലേ നിങ്ങളുടെ പാർട്ടിയുടെ പേര്? നിങ്ങളുടെ പാർട്ടിയുടെ എടാ മങ്കി, ഇപ്പൊ ഡോങ്കീസ് ആയത് നിങ്ങൾ രണ്ടുപേരുമാണ്. അത്രയ്ക്കായോ? നീ നോക്കിക്കോളാ, ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കത്തില്ല.